ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കുക എന്നാൽ മനസ്സിനെ വികസിപ്പിക്കുക. മനസ്സ് വികസിക്കണമെങ്കിൽ താനെ വികസിക്കുകയില്ല. കാരണം അതിനെ താഴോട്ട് വലിക്കുന്ന, തളർത്തുന്ന, ദുർബലപ്പെടുത്തുന്ന ശക്തികൾ അന്തർലീനമായി അതിൻ്റെ അകത്തുണ്ട്. എന്നാൽ അതേ മനസ്സിൻ്റെ അകത്ത് അന്തർലീനമായി ഇതിനെ വികസിപ്പിക്കുന്ന ശക്തികളുമുണ്ട്. ഇതിലേതിനാണ് കൂടുതൽ പ്രബലമായ സ്വാധീനം? ദുർബലമാക്കുന്നതിനാണോ നമ്മളെ വികസിപ്പിക്കുന്നതിനാണോ? ദാറ്റ് ഡിസൈഡ്സ് നമ്മുടെ മനസ്സിൻ്റെ വികാസം. പക്ഷെ പലപ്പോഴും നാം അറിയുന്നില്ല, നമ്മളെ ദുർബലപ്പെടുത്തുന്ന ശക്തികൾക്കാണ്, ചിന്തകൾക്കാണ് മനസ്സിൽ കൂടുതൽ സ്വാധീനം. അതുകൊണ്ടാണ് അർജുനൻ ചോദിച്ചത്, കേന പ്രയുക്തേന പാപം ചരതി പുരുഷ. ഒരാളെ താഴോട്ട് വലിക്കുന്നത് അവരെ ദുർബലപ്പെടുത്തുന്ന ചിന്തകളുണ്ട്. അതേതാണ് കൃഷ്ണ? കാമയേഷ ക്രോധേഷ. കാമവും ക്രോധവും അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. കാമം എന്ന് പറഞ്ഞാൽ വെറും ഒരു സ്ത്രീയോട് തോന്നുന്ന അനുരാഗമല്ല, പ്രേമമല്ല, ഒരു ലസ്റ്റ് അല്ല. പിന്നെ എന്താണ് കാമം എന്ന് പറയുന്നത്? നമ്മുടെ ദൗർബല്യങ്ങളോടുള്ള ആകർഷണം, നമ്മുടെ ചില ശീലങ്ങളോടുള്ള ആകർഷണം, സ്വഭാവങ്ങളോടുള്ള ആകർഷണം. അതിനെ നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റിയാൽ മാത്രമേ നമ്മുടെ ജീവിതം വികസിക്കുകയുള്ളൂ. അപ്പം അതിന് അറിയണം, 3 തരത്തിലാണ് നമ്മുടെ ജീവിതം സങ്കോചിക്കുന്നതിന് കാരണമാകും. ഒന്ന്, നമ്മുടെ എല്ലാം ഒരു തരം സങ്കുചിത ചിന്ത. എനിക്കെല്ലാം അറിയാം, ഞാൻ മനസ്സിലാക്കിയ ശരി, എൻ്റെ മതം ശരി, എൻ്റെ രാഷ്ട്രീയം ശരി. അതായത് മറ്റുള്ളതൊന്നും കേൾക്കാൻ, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ വിശാലത ഇല്ലാത്തവരുടെ മനസ്സ് സങ്കുചിതമാണ്. അതവരെ ദുർബലമാക്കും, തളർത്തും. അതാണ് കൃഷ്ണൻ 38-ാം ശ്ലോകത്തിൽ അവതരിപ്പിച്ചത്. അപ്പം നമുക്ക് ആ 3-ാം അധ്യായത്തിലെ 38-ാം ശ്ലോകം ഒന്നുകൂടി നോക്കാം. ധൂമേനാവ്രിയദേവഗ്നി യഥാദർശോ മലേന ച യദോൽബേനാവൃതോ ഗർഭോ തദാ തേനേദമാവൃതം. ധൂമേന വ്രിയതേ വഗ്നി. വഗ്നി, അഗ്നിയെ എപ്രകാരമാണോ കാർമേഘം സൂര്യനെ മറയ്ക്കുന്ന പോലെ, ഇവിടെ പുക എപ്രകാരമാണോ അഗ്നിയെ മറയ്ക്കുന്നത്, എപ്രകാരമാണോ കണ്ണാടിയെ, ആ കണ്ണാടിയുടെ പ്രതലത്തിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള പൊടി മറയ്ക്കുന്നത്, അതിൻ്റെ റിഫ്ലക്ഷൻ മറയ്ക്കുന്നത്, റിഫ്ലക്ഷൻ കുറയ്ക്കുന്നത്, ഒരു ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടി എപ്രകാരമാണോ പ്ലസൻ്റ കൊണ്ട് പൊതിഞ്ഞ് ആ ഗർഭത്തിൽ ഒതുങ്ങി നിൽക്കുന്നത്, ഇതുപോലെയാണ് നമ്മുടെ മനസ്സ് സങ്കുചിതമായി കഴിഞ്ഞാൽ ആ മനസ്സിനെ വികസിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. ഒന്നാമത്തെ സങ്കുചിത്വമാണ്. ഈ സങ്കുചിത്വം വന്നാൽ രണ്ടാമത്തത് വന്നു, പൊടി പിടിച്ച കണ്ണാടി പോലെ. പിന്നെ അതിന് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പൊടി കണ്ണാടിയിൽ അങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പോലെ നമ്മളിൽ ചില ദുർവാശികൾ, നമ്മൾ പറയില്ലേ അഡമൻ്റ് മൈൻഡ്, വളരെ ചില ആളുകളുണ്ട് വളരെ സ്റ്റബേണായിട്ട്, ഒരു വിട്ടുവീഴ്ചയില്ല. അവരുടെ ആ ജീവിതം തന്നെ ആ ഒരു അഡമൻ്റ് മൈൻഡിൽ ഞാൻ ഇതാണ്, ഞാൻ ഇതാണ്. നിങ്ങൾക്ക് കാണാം, തീവ്രവാദികൾക്കൊക്കെ അങ്ങോട്ട് തലയിൽ അങ്ങോട്ട് ഉറച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ അഡമൻ്റ് മൈൻഡ്. ജിഹാദി, ഞങ്ങൾ ജിഹാദ് ചെയ്തിരിക്കും. കാരണം അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ജിഹാദ് ചെയ്യാനാണ്, നബിയിലൂടെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലുക, ബോംബ് പൊട്ടിക്കാൻ പറഞ്ഞാൽ പൊട്ടിക്കുക. അവർക്കൊരു മടിയില്ല അതിന്. കാരണം അവരുടെ ഉള്ളിൽ അത്ര അട്ടമൻ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പിഞ്ചു കുട്ടികളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ശരീരം മുഴുവൻ ബോംബ് കെട്ടി അത് വെച്ച് അവിടെ ചെന്ന് അങ്ങോട്ട് പൊട്ടിച്ചെതറി മരിക്കുക, അതും അള്ളാഹുവിന് വേണ്ടിയിട്ട്. എന്നാൽ ഈ വ്യക്തി അറിയുന്നില്ല, മനസ്സിൽ കിടക്കുന്ന പകയും വിദ്വേഷവും ആ മനസ്സൊരിക്കലും നശിക്കുകയല്ല ചെയ്യുന്നത്. ഇനി അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കാൻ ഇവിടെ വീണ്ടും ജനിക്കേണ്ടതുണ്ട്. ഗീതയിൽ 16-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഗീതയിൽ 16-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയുന്നതാണ് ഇന്ന് ഈ ഭൂമിയിൽ സംഭവിക്കുന്നത്. ഇക്കാര്യത്തിൽ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളൊക്കെ വായിക്കേണ്ട ഒരു പുസ്തകമുണ്ട്. ഞാൻ ആ പുസ്തകത്തെ പ്രൊമോട്ട് ചെയ്യില്ല, പക്ഷേ ഗീത പറഞ്ഞത് എത്രമാത്രം ശരിയാണെന്ന് അമേരിക്കയിലെ ഒരു പ്രസിദ്ധനായ സൈക്കാട്രിസ്റ്റാണ് ഡോക്ടർ ബ്രയറൻ വെയ്സ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു സൈക്കാട്രിസ്റ്റാണ്. അനവധി രോഗികളെ പഠനം നടത്തി അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് വൺ സോൾ ആൻഡ് മെനി ലൈഫ് എന്നാണ്. ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു ആത്മാവ്, അത്
പല ജന്മങ്ങൾ എടുക്കുന്നു എന്നാണ്. അപ്പം ഇവിടെ സ്വർഗത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞതുണ്ടല്ലോ, സയൻറ്റിഫിക്കലി അദ്ദേഹം വളരെ ശാസ്ത്രീയമായിട്ട് അതിൽ പഠനം നടത്തി എഴുതിയിരിക്കുന്നത്, അല്ലാതെ വെറുതെ ബ്ലഫ് അടിച്ചതല്ല. നിങ്ങൾക്കതിൻ്റെ ഉള്ളിൽ പ്രൂഫുകൾ കാണാം. നിങ്ങൾക്കും വേണമെങ്കിൽ ഇതൊന്ന് ഗവേഷണം നടത്തി നോക്കാം. കാരണം ഓരോ കൊച്ചുകുട്ടിയും ജനിച്ച് വരുമ്പോൾ ആ കുട്ടിക്ക് ഇഷ്ടാനിഷ്ടങ്ങൾ അച്ഛനമ്മമാർ പറഞ്ഞു കൊടുക്കാത്തത് നമ്മൾ കാണുന്നുണ്ട്. ആ കുട്ടിയുടെ ചില സർഗ്ഗവാസനകൾ നമ്മൾ കാണുന്നുണ്ട്. ആ കുട്ടിയുടെ ശീലങ്ങളും സ്വഭാവങ്ങളും അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്തല്ല. അച്ഛനും അമ്മയും പറയുന്നത് എവിടെ നിന്ന് കിട്ടി കുട്ടി ഞങ്ങൾക്കറിയില്ല, ഞങ്ങളാരും പറഞ്ഞു കൊടുത്തല്ല. അപ്പം അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കാത്ത കഴിവുകൾ, സാമർഥ്യങ്ങൾ, ബുദ്ധിശക്തികൾ, ഇതെല്ലാം ഓരോ കുട്ടിയിലും കാണുമ്പോൾ ഒന്ന് നിങ്ങൾ ഉറപ്പിക്കുക, ഒരു കാര്യം അന്ധമായി വിശ്വസിക്കരുത്. ഇതൊക്കെ പടച്ചവും കൊടുത്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. കാരണം ദാറ്റ് ഈസ്, നിങ്ങൾ ഇൻസൾട്ട് ചെയ്യണം ദൈവത്തിന്. കാരണം ദൈവം ചിലർക്ക് നല്ലതും ചീത്തവും കൊടുക്കുന്നു പറഞ്ഞാൽ പിന്നെ ആ ദൈവം ദൈവമാണോ? ദൈവത്തിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരുത്. ഇതിന് കാരണം ഈ ചിന്തകൾ, ആ കുട്ടിയിൽ പ്രകടമാകുന്ന ചിന്തകൾ നേരത്തെ ഉള്ളതാണ്. ഉള്ളതിൽ നിന്നേ എന്തും വികസിക്കുകയുള്ളൂ. അത് അടിസ്ഥാന സയൻസാണ്. ഈ പറയുന്ന ദൈവവും സ്വർഗവും എന്നൊക്കെ പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിലൊരു ക്യാപിറ്റൽ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ പണം ഉള്ളതുകൊണ്ടല്ലേ നമ്മളവിടെ പോകുന്നത്? നമുക്ക് കയ്യിൽ പണം ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു ബിസിനസ് തുടങ്ങാൻ പറ്റും. ഇല്ലാത്തതിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും സൃഷ്ടിക്കൂ, ഈ ഭൂമിയിൽ സൃഷ്ടിക്കൂ. ഇല്ലാത്തതിൽ നിന്ന് ഇന്ന് വരെ ഒരു ഇൻവെൻഷനും ഉണ്ടായില്ല, ഡിസ്കവറി ഉണ്ടായില്ല. അപ്പോൾ ഉള്ളതിൽ നിന്നേ എന്തും വികസിച്ചു വരുള്ളൂ എങ്കിൽ ആ ഉള്ളതെന്തായിരുന്നു? വാട്ട് വാസ് ദാറ്റ്? അത് കണ്ടുപിടിക്കൂ. ഒരാൾ ജനിക്കുന്നതിന് കാരണം എന്തോ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ജെനറ്റിക്സ് എന്നൊരു സയൻസ് ഉണ്ടല്ലോ, ജീൻ. വാട്ട് ഈസ് ദാറ്റ് ജീൻ? എന്താണ് ഒരാളുടെ സ്വഭാവം രൂപപ്പെട്ടു വരുന്നതിൻ്റെ കാരണം? ആ സ്വഭാവം എവിടെയായിരുന്നു, എന്തായിരുന്നു? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും അവൻ്റെ ബോധചിന്തകൾ നശിക്കുന്നില്ല, ഊർജത്തിന് നാശമില്ല. ആ ഊർജമായിരിക്കുന്ന ചിന്തകൾ മറ്റൊരു ശരീരത്തിലൂടെ പ്രകടമാവും, അതിന് പ്രകടമാവാൻ സാധിക്കും. അത് നമ്മൾ രാവിലെ എണീക്കുന്നത് നോക്കിയാൽ മതി. രാത്രി കടന്നുറങ്ങുമ്പം ശരീരവും മനസ്സും കട്ട് ഓഫാണ്. രാവിലെ എണീറ്റ് വരുമ്പോൾ അത് ഉണർന്നു വരുന്നു. ഇതുപോലെ നിങ്ങൾ സ്വപ്നം നോക്കൂ. നിങ്ങൾ സ്വപ്നത്തിലൊരു ശരീരം സങ്കല്പിച്ചുകൊണ്ട് പലയിടത്തും പോകാൻ മനസ്സിന് കഴിവുണ്ടെങ്കിൽ, ഒരു ശരീരം സങ്കല്പിച്ച് മനസ്സിന്, നിങ്ങൾ സ്വപ്നത്തിൽ പലയിടത്തും പോകുന്നത് ശരീരം ഇല്ലാതെയല്ലല്ലോ. അവിടെയും നിങ്ങൾക്ക് വസ്ത്രം ധരിക്കുന്നുണ്ട്, നിങ്ങൾ ഡീസൻ്റായ ആളുകളോട് പെരുമാറുന്നുണ്ട്. ഇനി നിങ്ങൾ ചിലപ്പോൾ പേടിക്കുന്ന സ്വപ്നം കണ്ടാൽ നിങ്ങൾ ആരോ ഉപദ്രവിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഒരു ശരീരം ഇല്ലാതെ നിങ്ങൾക്കിത് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ശരീരത്തെ സങ്കല്പിച്ച് മുഴുവൻ മനസ്സാണ്. അപ്പം മനസ്സിനെ, ശരീരത്തെ സങ്കല്പിക്കാം, ഒരു മനസ്സിലേക്ക് ശരീരത്തിലേക്ക് പ്രവേശിച്ച് അതിനെ പ്രവർത്തിപ്പിക്കാനൊക്കെ ഉള്ള കഴിവുണ്ടെന്ന് അതൊന്നൊക്കെ മനസ്സിലാക്കും നിങ്ങൾ. ഈ തരത്തിലുള്ള ഒരു പഠനങ്ങൾ നടത്തി നാം അറിയണം, മനസ്സെന്ന് പറയുന്ന സാധനമാണ് നമ്മളെ ജനിപ്പിച്ചതിൻ്റെ കാരണം. അപ്പം ആ മനസ്സിൽ സങ്കുചിത ചിന്തകളുണ്ടായാൽ, നമ്മുടെ കുറേ തെറ്റായ അടിച്ചുറച്ച തെറ്റായ ചിന്തകളുണ്ടായാൽ നമുക്കൊരിക്കലും പിന്നെ മുന്നോട്ട് വികസിക്കാൻ സാധ്യമല്ല, ഒരിക്കലും. കാരണം നമ്മുടെ അറിവിൻ്റെ വാതിലുകളൊക്കെ നമ്മൾ അടച്ചിട്ടു. നമ്മളെന്താണോ കേട്ടത് അത് മാത്രം ശരി നിങ്ങളുടെ ഉറയ്ക്കും, ബാക്കിയൊന്നും ശരിയല്ല. ഞാൻ കേട്ടത് മാത്രം ശരി, ആ കാഴ്ചപ്പാട് ശരിയല്ല. അപ്പം അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ മനസ്സ് പുക കൊണ്ട് മറഞ്ഞ അഗ്നി പോലെയാവരുത്, ഒരിക്കലും നമ്മുടെ മനസ്സ് പൊടി പിടിച്ച കണ്ണാടി പോലെയാവരുത്. നമ്മൾ വളരെ വയബിളായി, ഓപ്പണായി, ട്രാൻസ്പെറൻ്റായി എല്ലാം കേൾക്കുക, എല്ലാം കേൾക്കുന്ന ഒരു ഇത് ഞാൻ എൻ്റെയൊക്കെ ജീവിതത്തിൽ പറയുക. ഞാൻ ഈ അനുഭവത്തിലൂടെ കടന്നു വന്നുകൊണ്ട് എത്ര കാര്യമായിട്ട് പറയാൻ പറ്റുന്നത്. നമ്മളൊക്കെ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ബൈബിളിലുള്ളതും ഖുറാനിലുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം അതുപോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ കുട്ടികളും മുസ്ലിം കുട്ടികളൊക്കെ എൻ്റെ കൂടെ ക്ഷേത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ പല ക്ഷേത്രങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ ആ ഓപ്പൺനെസ്സാണ്. കാരണം എല്ലാം അറിഞ്ഞിരിക്കണം, എന്താണ്, ഏതാണ്, എന്താണ് ഇതിൻ്റെ രഹസ്യം, എന്താണ് ഇതിൻ്റെ സത്യം. നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ ഭഗവത്ഗീത പഠനം നടത്തുന്ന ആരാന്നറിയാം? വിദേശികളാണ്. ഒരുപാട് ആളുകൾ ഇന്ന് ഭഗവത്ഗീത റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ ഇന്ന് ഭാരതത്തിൻ്റെ കൃതികളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു ഇത് നമുക്ക് കാണാൻ പറ്റും. ഏതെങ്കിലും ഒരു മതഗ്രന്ഥം ഏതെങ്കിലും രാജ്യത്തിൽ പഠന വിഷയമായിട്ടുണ്ടോ? നിർബന്ധിച്ച് പഠിപ്പിക്കുക എന്നല്ലാതെ.
ഇപ്പോൾ കുട്ടികൾ ഇൻട്രസ്റ്റ് ആയിട്ടാണോ പഠിക്കാൻ പോകുന്നത് മത പാഠശാലകളിൽ പല മതത്തിൻ്റെയും അവരെ നിർബന്ധിപ്പിക്കുകയാണ്. പക്ഷേ ഇവിടെ അതല്ല. നിങ്ങൾക്ക് ന്യൂയോർക്കിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ശങ്കരാചാര്യ ചെയർ എന്ന് പറഞ്ഞാൽ പഠന കേന്ദ്രം, ശങ്കരാചാര്യസ്വാമികളുടെ പുസ്തകങ്ങൾ പഠിക്കുക, നാരായണ ഗുരുദേവൻ്റെ പുസ്തകങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്. പണ്ട് നിത്യചൈതന്യജി എന്നൊരു ശിഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരമ്പരകളിൽ നടരാജ ഗുരുവിൻ്റെ ശിഷ്യനായിട്ട് അപ്പോൾ അനവധി യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹം ഭഗവത്ഗീതയും പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാരായണ ഗുരുദേവൻ്റെ പല ഗ്രന്ഥങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു സംഗ്രഹം ദർശനമാല എന്നൊരു കൃതി തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ തരത്തിൽ അനവധി സ്ഥലങ്ങളിൽ ഇന്ന് ഭാരതത്തിൻ്റെ കൃതികൾ പഠിക്കുന്നതിന് കാരണം ഭാരതം ഒരിക്കലും സങ്കുചിതമല്ല. ഒരു തരത്തിലും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഈ ഒരു മാർഗത്തിലൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ. രാമകൃഷ്ണ പരമഹംസർ പറയും ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ബഹുസ്വരത എന്നൊക്കെ പറയില്ലേ, ഇന്ന് അതിൻ്റെ കുറച്ചുകൂടി ഒരു അർത്ഥം പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പൺനെസ്, അതിൻ്റെ ഒരു വിശാലത, വളരെ വിശാലത. എന്നിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ ഫ്രീഡം തരികയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മാർഗം തിരഞ്ഞെടുക്കാം. ഇത്രയും ഒരു ഓപ്പൺനെസ് എവിടെയുണ്ട്? മറ്റതെല്ലാം റിജിഡാണ്. റിജിഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മതത്തിൽ നിന്ന് വിട്ടുപോയാൽ തട്ടിക്കളയുക. അത് വളരെ ക്രൂരമാണ് എന്ന് മാത്രമല്ല, അത്തരം റിജിഡിറ്റിയൊക്കെ ആ മതങ്ങളെ കാലം കൊണ്ട് നാമാവശേഷമാക്കും. കാരണം ലോകം പുരോഗതി പ്രാപിക്കുമ്പോൾ, ലോകം വികസിക്കുമ്പോൾ നിങ്ങൾക്ക് വികാസത്തിനെതിരെ സങ്കുചിത്വത്തിൽ നിൽക്കാൻ പറ്റില്ല. സങ്കുചിത്വം കുറച്ച് കാലമേ ഉണ്ടാവുള്ളൂ, അത് പിന്നീട് സ്വയം നശിക്കും. നിങ്ങൾക്ക് എത്ര കാലം പുകമറകൾ സൃഷ്ടിക്കാൻ പറ്റും? അതല്ലേ നോക്കൂ നിങ്ങൾ, ഈ കമ്മ്യൂണിസമൊക്കെ ലോകത്തിൽ നിന്ന് വിട്ടുപോകാൻ എന്താ കാരണം? സങ്കുചിത്വം. എന്നിട്ടോ ഈ കമ്മ്യൂണിസ്റ്റുകൾ തന്നെ എന്തിനെ കുറ്റം പറഞ്ഞോ? അവർ ബൂർഷാസികളെ. നിങ്ങൾ നോക്കി, ഏത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മക്കളാണ് ബൂർഷകളല്ലാത്തത്? ഏത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മക്കളാണ് വളരെ സമ്പന്നരല്ലാത്തത്? ഇവർ സമ്പന്നതയ്ക്കെതിരായിരുന്നു, ഇവർ ബൂർഷകൾക്കെതിരായിരുന്നു. അവരെന്തിനെതിർത്തോ അവരൊക്കെ സ്വീകരിക്കേണ്ടി വന്നില്ലേ? ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ തന്നെ നോക്കൂ, യന്ത്രങ്ങൾ ഇറക്കുന്നതിന് സമരം ചെയ്തവരാണ്. പാടത്ത് കൊയ്ത്ത് യന്ത്രങ്ങളും മറ്റും ഇറക്കുന്നതിന് ഇന്നിപ്പോൾ അവരാണ് യന്ത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. വൈരുദ്ധ്യത നോക്കൂ. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനെ എതിർത്തവരാണ്. യൂണിവേഴ്സിറ്റി മുഴുവൻ നശിപ്പിച്ച്, എനിക്കറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ അവർ ചെയ്ത അക്രമം, ഇത്ര ആളുകളുടെ ഭാവിയെ നശിപ്പിച്ച് ഇന്നിപ്പോൾ അവരാണ്, അവരുടെ നേതാക്കന്മാരാണ് ഐപാഡും മറ്റും കൊണ്ടു നടക്കുന്നത്. കാലം പോയൊരു പോക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കാലം മുന്നോട്ട് പോകുമ്പോൾ, ലോകം വികസിക്കുമ്പോൾ, ലോകം പുരോഗതിയിലേക്ക് പോകുമ്പോൾ മുഖം തിരിഞ്ഞു നിന്നാൽ അവർ നശിക്കും, അവരുടെ പാർട്ടികൾ നശിക്കും, അവരുടെ മതങ്ങൾ ക്രമേണ വിട്ടുപോകും. ഞാൻ ഇത് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്, നിങ്ങളിതൊന്നും വേറെ തെറ്റായി വ്യാഖ്യാനിക്കരുത്. നോക്കൂ, UAE ദുബായ് അതൊരു അറേബ്യൻ രാജ്യമാണ്, മുസ്ലിം രാജ്യമാണ്. ആ മുസ്ലിം രാജ്യം ഇന്ന് അവരുടെ ടെക്നോളജി വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെ കൂട്ടുപിടിച്ചിരിക്കുന്നത് അറിയോ? മുസ്ലിങ്ങൾ ഏറ്റവും വലിയ ശത്രുക്കളായി കാണുന്ന ഇസ്രായേലിനെയാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് പാലസ്തീൻ്റെ ഗാസ എന്ന് പറയുന്ന സ്ഥലത്ത് ഹമാസുമായിട്ടുള്ള ഇസ്രായേലിൻ്റെ യുദ്ധവും നമ്മുടെ കേരളത്തിലൊരു കുട്ടി മരിച്ചൊക്കെ നിങ്ങൾ കേട്ട് കാണും. ആ ഇസ്രായേലിനെതിരെ ഈ കേരളത്തിൽ എന്തു വലിയ വളരെ മോശപ്പെട്ട അഭിപ്രായങ്ങളല്ലേ ഇസ്രായേലിനെ കുറ്റം പറഞ്ഞിട്ട്. ഇവിടുത്തെ കമ്മ്യൂണിസം പോലും അതിനെ എതിർത്തു. എന്നാൽ ഇന്ന് UAE എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ മലയാളി മുസ്ലിംസ് ജോലി ചെയ്യുന്ന സ്ഥലമാണ് UAE. സൗദി അറേബ്യ കഴിഞ്ഞാൽ അടുത്തത് ദുബായ്. ആ സ്ഥലം ഇന്ന് അവിടുത്തെ രാജാവും മറ്റും ഇസ്രായേലിനെ കൂട്ടുപിടിച്ചിരിക്കണം. എന്തേ അവർ മുസ്ലിംസ് ഒരു രാജ്യത്തെ കൂട്ടുപിടിക്കാത്തത്? കാരണം അവർക്ക് വികസനം വേണം. മറ്റതെല്ലാം അന്ധതയാണ്. അന്ധതയിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. വികാസം തന്നെ വേണം. അപ്പം അങ്ങനെ നമുക്ക് വികസിക്കണമെങ്കിൽ ഉള്ളിലുള്ള ഈ പൊടിയും അതുപോലെ തന്നെ പുകയും ഒക്കെ ഒന്ന് മാറിക്കിട്ടണമെങ്കിൽ അതിന് നമ്മൾ ഒന്ന് പ്രയത്നിക്കേണ്ടതുണ്ട്. അതിനാണ് അനുഷ്ഠാനങ്ങളും ചില കൃത്യനിഷ്ഠകളും ജീവിതത്തിൽ നാം അനുസരിക്കേണ്ടത്. ഇനി മൂന്നാമത്തൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. കേവലം പുകയും പൊടിയും മാത്രമല്ല, ഉൽബേണാവൃതം ഗർഭം. ഉൽബേണ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി അങ്ങനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പൊതിഞ്ഞ് കെട്ടി കിടക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ.
ഈ പ്ലസൻ്റയുടെ ഉള്ളിൽ. 9 മാസം ആയാൽ 8 മാസം കഴിഞ്ഞാലേ അതിൽ നിന്ന് കുട്ടിക്ക് പുറത്ത് വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കട്ടിയുള്ള പാടയുടെ ഉള്ളിൽ അങ്ങനെ കുട്ടിയെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ കുട്ടി അമ്മയുടെ ഔദാര്യത്തിലാണ് ജീവിക്കുന്നത്. അമ്മ കഴിച്ചാൽ, ആഹാരം കഴിച്ചാൽ കുട്ടിക്ക് കിട്ടും. അമ്മ എങ്ങനെ കിടക്കുന്നു അതൊക്കെ കുട്ടിയെ ബാധിക്കും. അമ്മ കഴിക്കുന്ന ആഹാരം പോലും അമ്മ ചിലപ്പോൾ ലഹരി ഉപയോഗിച്ചാൽ അത് കുട്ടിയുടെ ജീവിതം തകർക്കും. അമ്മ അമിതമായി പഞ്ചസാരയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് കുട്ടിയുടെ ശരീരത്തിൽ ഷുഗർ ഉണ്ടാക്കും. നമ്മുടെ ആയുർവേദത്തിൽ പറയും ഷഡ്രസങ്ങൾ എന്ന്. 6 രസങ്ങൾ: ഉപ്പ്, പുളി, എരിവ്, ചവർപ്പ്, മധുരം, കയ്പ്പ്. ഇതൊക്കെയാണ് ഷഡ്രസങ്ങൾ. ഇതെല്ലാം ഒരു ഗർഭിണി അതിൻ്റെ പാകത്തിലേക്ക് കഴിക്കാവുന്നതാണ്. മധുരം വേണം, എന്നാൽ അമിതമാവരുത്. എല്ലാം അതിൻ്റെ, കാരണം ഇതെല്ലാം കുട്ടിയുടെ ശരീരത്തിലേക്ക് ട്യൂബ് വഴി, അംബിലിക്കൽ കോഡ് വഴി പോകുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും അമിതമായി കഴിച്ചാൽ ആ കുട്ടിയിൽ അത് പിന്നീടൊരു രോഗമായിട്ട് മാറും. ചില കുട്ടികൾ കണ്ണട ധരിക്കേണ്ടത് വരുന്ന എന്തുകൊണ്ടാണ്? കുറേ അമ്മമാരുടെ ആഹാര രീതിയുണ്ട്. ഇന്നിപ്പോൾ അമേരിക്കയിൽ ഇതൊക്കെ വളരെ 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 പ്രചാരമുണ്ട്. അതായത് ഗർഭിണികൾ ആൽക്കഹോൾ ഉപയോഗിക്കരുത്, ഗർഭിണികൾ സ്മോക്ക് ചെയ്ത്. കാരണം യൂറോപ്പിലൊക്കെ സ്ത്രീകൾ സ്മോക്ക് ചെയ്യും, അവർ ആൽക്കഹോൾ ഉപയോഗിക്കും, ബീർ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, വൈൻ, അതിലൊക്കെ ആൽക്കഹോളുണ്ട്. പക്ഷെ ഗർഭിണികൾ ഉപയോഗിക്കരുത്. കാരണം ഇതെല്ലാം കുട്ടിയുടെ ശരീരത്തിനെയും മനസ്സിനെയും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി കുറേ കഴിഞ്ഞാൽ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് അടിമപ്പെടും. കാരണം പ്രതിരോധ ശക്തി കുറയും. അപ്പം ഇതുകൊണ്ട് നമ്മളെന്താ പഠിക്കേണ്ടത്? നമ്മുടെ മനസ്സും ഇതുപോലെ ഒരു ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെപ്പോലെ നാം ആശയങ്ങൾക്കും അതുപോലെ മതചിന്തകൾക്കും രാഷ്ട്രീയ ചിന്തകൾക്കും അടിയറവ് വയ്ക്കരുത്. അവരുടെ ആശയങ്ങളുടെ ഗർഭത്തിൽ ഒതുക്കാനുള്ളതല്ല നമ്മുടെ മനസ്സിനെ. അത് ഏത് രാഷ്ട്രീയമാവട്ടെ, ഒരു കാലഘട്ടത്തിൽ അതൊക്കെ ശരിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിനെ പറ്റിയത് ഇന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നിങ്ങളൊരു രാഷ്ട്രീയക്കാരൻ്റെ അടിമകളാവരുത്. കാരണം അതൊക്കെ കുറേ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കുറ്റബോധം തരും. കാരണം നിങ്ങളുടെ ഉള്ളിൽ കുറേ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെ ആവാമായിരുന്നു, അങ്ങനെ ആവാമായിരുന്നു. കാരണം രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ അധികാരമുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് അധികാരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം വരും. നിങ്ങളെക്കൊണ്ട് പാർട്ടിക്ക് വലിയ ഗുണമില്ലെങ്കിൽ അപ്പോൾ പാർട്ടി നിങ്ങളെ ഒഴിവാക്കും. നിങ്ങൾ പാർട്ടിയെ ആവശ്യപ്പെട്ടാലും പാർട്ടിക്ക് നിങ്ങളെ വേണ്ട. അങ്ങനെ എത്രയോ നേതാക്കന്മാർ അവസാനം ഗതികെട്ട് അവിടുന്ന് നാണം കെട്ട് പോരേണ്ടി വന്നിട്ടുണ്ട്. പാർട്ടിയുടെ പിന്നിൽ ചെന്ന് എന്നെ ഒന്ന് എടുക്കൂ എന്ന് പറഞ്ഞ്. ഇതുപോലെയാണ് മതപരമായ ചിന്തകളും. ആ അന്ധതയിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ യുക്തി കൊണ്ട് നമുക്ക് മനസ്സിലാവും ശരിയല്ലായ്മയുണ്ട്, ഇതിലെവിടെയോ ചില പോരായ്മകളുണ്ട്. പക്ഷെ ഒന്ന് എതിർക്കാൻ പോയി നോക്കൂ, മറ്റുള്ളവർ ആഞ്ഞ് വളഞ്ഞ് നിങ്ങളെ ശരിയാക്കണം. അതുകൊണ്ടാണ് ചില മതങ്ങളൊക്കെ പറയുന്നത് ഞങ്ങളുടെ മതത്തിൽ നിന്ന് ഒരാൾ പോയാൽ അയാളെ കൊല്ലണം. കാരണം അയാൾ വലുതൊക്കെ വിളിച്ചു പറയും. ആ മതത്തിനെതിരെ പറഞ്ഞാൽ ഇവരുടെ ബിസിനസ് തകർന്നു. അതാണ് ഭാരതത്തിൻ്റെ വിശാലതയും മഹത്വവും. നിങ്ങൾ പുറത്തു പോവേ അകത്ത് വരേ എന്തു വേണം ചെയ്തോളൂ. കാരണം ഇവിടെ നിങ്ങൾക്ക് ഒന്നും ഇവിടെ മറച്ചു വയ്ക്കാനില്ല. ഇവിടെ ഒന്നും രഹസ്യമായിട്ടില്ല. ഇവിടെ ഉള്ളതൊക്കെ നിങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത്, നിങ്ങളുടെ വികാസത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഉയർത്തണമെന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ 3 കാര്യങ്ങൾ നിർബന്ധമാണ്. 1, ജിജ്ഞാസ, വിശാലമായൊരു മനസ്സ്. മറ്റുള്ളവർ കൂടി പറയുന്നത് കേൾക്കാനുള്ള ഒരു സഹിഷ്ണുത വേണം. ലിസൺ ടു അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരൂടെ പറയുന്നത് കേൾക്കാൻ ക്ഷമാശീലം. പൊട്ടിത്തെറിക്കരുത്. അങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടാണല്ലോ പല നമ്മുടെ വനിതാ കമ്മീഷനൊക്കെ പുറത്തു പോകേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വിശാലമായ ഹൃദയത്തോടുകൂടി കേൾക്കുക. 2, ഞാൻ മനസ്സിലാക്കിയത് മാത്രമല്ല ശരി, മറ്റു പല ശരികളുമുണ്ട്, ഇതിലേതാണ് ശരിക്ക് ശരി എന്ന് പരിശോധിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക. പുനഃപരിശോധന ഹരജി എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മളൊന്നും പരിശോധിക്കുക. ഒരു കോടതി ഒരു ജഡ്ജ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ജഡ്ജ്മെൻ്റാണ് ശരിയെന്നാണ് ആദ്യത്തെ, പക്ഷേ അതിൽ ചില ന്യൂനതകൾ ഉണ്ടാവാം, ഒന്നുകൂടി പുനഃപരിശോധിക്കണം എന്ന് പറയുന്ന പോലെ നമ്മളൊന്ന് പുനഃപരിശോധിക്കുക. 3, ഒരാശയത്തിൻ്റെയും ഒരു മതത്തിൻ്റെയും അടിമകളാവാതിരിക്കുക. സ്വയം ചിന്തിച്ച്
സ്വയം മനസ്സിലാക്കിയിട്ട് ആ മാർഗത്തെ പിന്തുടരുക. ഭഗവാൻ അതാ പറയണത്. കൃഷ്ണൻ്റെ മഹത്വം അതാണ്. ഗീതയിൽ 18-ാം അധ്യായത്തിൽ നിങ്ങൾക്കത് കാണാം. അവിടെ കൃഷ്ണൻ പറയും, യഥാ ഇച്ഛസി തഥാ കുരു വിമർശയേദശേഷേണ യഥാ ഇച്ഛസി തഥാ കുരു. എനിക്ക് ഒരു ഹിന്ദു എന്ന അഭിമാനം, ഗീതയോട് ഇത്രയും ആദരവുള്ളതിന് കാരണം ഈ ഒരു ഓപ്പൺനെസ്, വയബിലിറ്റി, ട്രാൻസ്പെറൻസി, അതുപോലെ ഫ്രീഡം, ഇതൊരു മറ്റു മതഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. കൃഷ്ണൻ പറയുന്നത് യഥാ ഇച്ഛസി തഥാ കുരു. ഇതിനെ വേണ്ട പോലെ പഠിച്ച് വിമർശിച്ചവനെ വല്ലവണ്ണം ചിന്തിച്ച്, യുക്തിപരമായി ചിന്തിച്ച് ഇത് പ്രയോജനപ്പെടും എന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ യു ചൂസ് യുവർ വേ. ഇത് പ്രയോജനപ്പെടുമെങ്കിൽ എടുത്തോളൂ. കടക്കാരൊക്കെ പറയില്ലേ, കടയിൽ ചെന്നാൽ ഇത് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളൂ, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് പോകും, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ. ഇതുപോലെ നമുക്ക് ഇതുകൊണ്ട് ഉപകാരപ്പെടുമോ എങ്കിലത് സ്വീകരിക്കും. ഇതായിരിക്കണം ഒരു മതത്തിൻ്റെ കാഴ്ചപ്പാട്. അല്ലാതെ സങ്കുചിത്വവും അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ അട്ടമ്പൻ്റായിട്ടുള്ള ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത സ്വഭാവവും, എല്ലാറ്റിനെയും തകർക്കണം, നശിപ്പിക്കണമെന്ന ദുർവാശികളും കൊണ്ട് നാം ആശയങ്ങളുടെ, മതങ്ങളുടെ, രാഷ്ട്രീയത്തിൻ്റെ അടിമത്വത്തിൽ വീണാൽ അത് ആത്മനോ ശത്രു. അവനവൻ്റെ ശത്രുവാക്കും. അവനവൻ സമൂഹത്തിനും ഒരു ഭാരമാവും. അപ്പം ആ തരത്തിലുള്ളൊരു വ്യക്തിത്വമായി നമ്മൾ മാറരുത്. നമുക്ക് ഒരു വിശാലത വേണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഭഗവാൻ കൃഷ്ണൻ. നിങ്ങൾ നോക്കൂ, ഭഗവാൻ കൃഷ്ണൻ്റെ ഈ ഒരു മഹത്വമായിരിക്കാം ഭാരത സംസ്കാരത്തെ ജനാധിപത്യം എന്ന പേരിൽ അറിയപ്പെട്ടത്. മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാനുള്ള വിശാലതയുള്ള സംസ്കാരം. അത് ഭാരതത്തിനേ ഉണ്ടായിട്ടുള്ളൂ. പിന്നീടാണ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അത് തുടങ്ങി. തുടക്കകാലത്ത് അവർക്കും ഉണ്ടായിരുന്നില്ല. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ കുരിശുയുദ്ധത്തിൻ്റെ കാലഘട്ടത്തിലേക്കൊക്കെ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോൾ വെസ്റ്റേൺ കൺട്രികളൊക്കെ വിശാലത വന്നതിന് കാരണം അവരാ മതത്തിൻ്റെ കെട്ടുപാടിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടാണ്. കുരിശുയുദ്ധകാലത്തൊക്കെ അന്ന് പോപ്പും ബിഷപ്പുമാരും ഇവിടെ അക്രമം അഴിച്ചു വിടുകയായിരുന്നു. കാരണം അന്ന് അവരുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചതിനെതിരെ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞനോ ആരെങ്കിലും ഒരു ഒച്ച വെച്ചാൽ അന്നവരെ കൊല്ലുമ. ഇന്നത്തെ ഒരു തരം ഇന്ന് നിങ്ങൾ കാണുന്ന താലിബാൻ കൾച്ചറുണ്ടല്ലോ, ജിഹാദി കൾച്ചർ, അതായിരുന്നു അന്നത്തെ കുരിശുയുദ്ധകാലത്തേക്ക് പോപ്പിൻ്റെയും കൂട്ടരുടെയും കൾച്ചർ. അന്നത്തെ കാലം നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. സ്ത്രീകൾ ഒരുപാട് യാതനകളും ദുരിതങ്ങളും അനുഭവിച്ചു. കാരണം സ്ത്രീകൾക്കൊന്നും ഒരു ഫ്രീഡം ഉണ്ടായിരുന്നില്ല. അതല്ല ഇന്നിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്ത്രീകൾ പള്ളി ഉപേക്ഷിച്ചത്. അവർക്ക് പള്ളിയേ വേണ്ട. നിങ്ങൾ അമേരിക്കയിലോ ജർമ്മനിയിലോ അതുപോലെ ഈവൻ നിങ്ങൾ റോം ഇരിക്കുന്ന ഇറ്റലി രാജ്യങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കൂ. അവിടുത്തെ യുവാക്കൾക്ക് വേണ്ട പള്ളി. കാരണം അവർക്ക് മനസ്സിലായി അതെല്ലാം വെറും സങ്കുചിതമായ ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ മാർഗം, അതിലൊക്കെ അടിമപ്പെട്ടു പോയതാണത്. ഇന്നത്തെ മനുഷ്യന് വികസിക്കണം, ഇന്നത്തെ മനുഷ്യന് കൂടുതൽ ഉയരണം. അവന് സങ്കുചിത്വം വേണ്ട, അവന് വിശാലത വേണം. അവൻ സ്വയം തീരുമാനിക്കണം, എനിക്ക് എൻ്റെ മാർഗമേത് ഞാൻ തീരുമാനിക്കണം. നോക്കൂ, നിങ്ങൾ കല്യാണത്തിന് നമുക്ക് ഫ്രീഡം വേണം എല്ലാവർക്കും. ഏത് വീട്ടിൽ നിന്ന് പെൺകുട്ടിയെ കല്യാണം കഴിക്കണം, നിങ്ങൾ എന്ത് സാധനം മേടിക്കണം, എന്ത് കഴിക്കുമ്പോഴും നിങ്ങൾക്ക് അതിനൊക്കെ ഫ്രീഡം വേണം. അപ്പോൾ ആശയങ്ങളിൽ നമുക്ക് ആ ഫ്രീഡം വേണ്ടേ? ആ ഫ്രീഡമാണ് ഭാരതീയ ഋഷിവര്യന്മാർ തരുന്നത്. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്ന നമ്മുടെ സങ്കുചിത്വം, അതുപോലെ തന്നെ ചില മുൻവിധികൾ, പോരാത്തതിന് വിട്ടുവീഴ്ചയില്ലാത്ത സ്വഭാവം, ആശയങ്ങളുടെ അടിമത്വം, ഇതൊക്കെ നമ്മളെ കൂടുതൽ താഴ്ത്തി തളർത്തി തകർത്ത് തരും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നാം ചില കാര്യങ്ങൾ ചെയ്യണം. അപ്പം എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുക? അടുത്ത 3-4 ശ്ലോകങ്ങളിൽ ഭഗവാൻ കൃഷ്ണൻ അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്ത ശ്ലോകത്തിലൂടെ ഭഗവാൻ എന്ത് മാർഗമാണ് കാണിച്ചു തരുന്നത് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം, ഹരി.